പ്രോടെം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ലോക് ഭവനിൽ എത്തി. ജെയ്സൺ മണിയങ്ങാട് നമുക്കൊപ്പം. ജെയ്സൺ മണിയങ്ങാട്, മുഖ്യമന്ത്രിക്ക് ഒപ്പം മറ്റ് മന്ത്രിമാർ ആരൊക്കെ ഉണ്ടായിരുന്നു ജി സുധാകരന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ ലോക് ഭവനിൽ? സുജയ പർവതി, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചടങ്ങിന് സാക്ഷിയാകാൻ മുഖ്യമന്ത്രിക്കൊപ്പം കോൺഗ്രസിലെ എല്ലാ മന്ത്രിമാരും തന്നെയുണ്ട്. ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മന്ത്രിമാർ പലരും എത്തിയിട്ടില്ല. കാരണം പലരും ഇപ്പോൾ തലസ്ഥാന നഗരിയിലില്ല, പുറത്ത് അവരുടെ ജില്ലകളിലൊക്കെയാണുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് പ്രോട്ടൈം സ്പീക്കർ സത്യപ്രതിജ്ഞയ്ക്ക് എത്താൻ സാധിക്കാതിരിക്കുന്നത്. പ്രോട്ടൈം സ്പീക്കർ എന്ന പദവിയിലേക്കുള്ള സത്യപ്രതിജ്ഞയല്ല, മറിച്ച് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഇന്ന് ചെയ്യുക. അതാണ് ആദ്യം നടത്തേണ്ടത്. നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മാത്രമേ പ്രോട്ടൈം സ്പീക്കറായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അത് ഏറ്റവും മുതിർന്ന സഭയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് ജി സുധാകരനാണെന്ന് ഉറപ്പിച്ച് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്യുക. ഇന്ന് മറ്റൊരു കൗതുകം, ജി സുധാകരനായിരിക്കും ഇനി എല്ലാവർക്കും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കറായി സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്നു. ആ പ്രോട്ടം സ്പീക്കറുടെ മുന്നിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഏറ്റുചൊല്ലിയായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുക, അല്ലേ ജെയ്സൺ? അതെ, തീർച്ചയായും. പിണറായി വിജയൻ അടക്കം നിരവധി തവണ പുച്ഛിച്ച ജി സുധാകരൻ്റെ മുന്നിൽ വന്ന് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സത്യവാചകം ജി സുധാകരൻ്റെ നാവിൽ നിന്ന് തന്നെ ചൊല്ലിക്കൊടുക്കണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇപ്പോഴുള്ള ഏറ്റവും മനോഹരമായൊരു പ്രതികാരം എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ജി സുധാകരൻ മാത്രമല്ല, സുധാകരനെ തള്ളിപ്പറഞ്ഞ CPM-ൽ നിന്നുള്ള എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ജി സുധാകരൻ്റെ നാവിൽ നിന്നുള്ള സത്യവാചകത്തിലൂടെയാണ്. അത്തരത്തിലുള്ള ഒരു ആകർഷണീയതയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും 9:30 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. ചടങ്ങുകൾ ഏതാണ്ട് 1 മണിക്കൂറോളം പുരോഗമിക്കും. കാര്യമായ നടപടിക്രമങ്ങളൊന്നുമില്ല എങ്കിലും 1 മണിക്കൂറിന് ശേഷമുള്ള നമ്മളിപ്പോൾ കാണുന്ന ഈ ഗേറ്റിലൂടെ എല്ലാവരും പുറത്തേക്ക് വരിക. മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാർ M. ലിജു, തുടക്കത്തിൽ TU ജനീഷ് കുമാറാണ് തുടക്കത്തിൽ കയറിപ്പോയത്. ബിന്ദു കൃഷ്ണ തുടങ്ങി റോജി M. ജോൺ, PC വിശ്വനാഥ്, CP ജോൺ, അവസാനം പോയ M. ലിജു അടക്കം ഉള്ള മന്ത്രിമാർ. K. മുരളീധരൻ്റെ സാന്നിധ്യം പുറമെ കണ്ടില്ല. K. മുരളീധരൻ ഉള്ളിലേക്ക് പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ മന്ത്രിമാരെല്ലാവരും തന്നെ ഇപ്പോൾ വേദിയിലുണ്ട്. ജി സുധാകരൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിരീക്ഷിച്ചുകൊണ്ട് അവിടെയുണ്ട്. MLA-മാർക്ക് ആർക്കും പ്രവേശനമില്ല, മന്ത്രിമാർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ജെയ്സൺ ആണ്. MLA ആയി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹമാണ് പ്രോട്ടം സ്പീക്കറായി സഭ നിയന്ത്രിക്കുക.